മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായവരാണ് ബഷീർ ബഷിയും ഭാര്യമാരും. ബിഗ് ബോസ് ആദ്യ സീസണിൽ ബഷീർ മത്സരിച്ചതോടെയാണ് കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ചെല്ലാം പ്രേക്ഷകർ കൂടുതലായി മനസ്സിലാക്കിയത്. 2 വിവാഹം ചെയ്തിട്ടുണ്ടെന്നും 2 പേർക്കുമൊപ്പമായി സന്തുഷ്ടനായാണ് കഴിയുന്നതെന്നും താരം പറഞ്ഞിരുന്നു. ബഷീറും ഭാര്യമാരുമെല്ലാം യൂട്യൂബ് ചാനലുമായി സജീവമാണ്. കുടുംബത്തിലെ വലിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ പങ്കിടുക പതിവാണ്. മകളായ സുനേനയുടെ പിറന്നാളാഘോഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം. മകളുടെ പിറന്നാൾ ദിനം ബഷീർ ബഷി വളരെ ഇമോഷണൽ ആയ ഒരു കുറിപ്പാണ് പങ്കുവച്ചത്. ഞാൻ ആദ്യം നിന്നെ കയ്യിൽ വാങ്ങിയ നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല. ആദ്യ സ്പർശനത്തിൽ തന്നെ നീ എൻ്റെ ഹൃദയം കവർന്നു. എൻ്റെ മുത്തുമകൾ. ഞാൻ അവളെ ആദ്യമായി സ്പർശിച്ച നിമിഷം, എൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്ന നിമിഷം മുതൽ എൻ്റെ ഹൃദയം കവർന്ന പെൺകുട്ടിക്ക് ജന്മദിനാശംസകൾ. നീയാണ് എൻ്റെ എല്ലാം. വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൂര്യമോൾക്ക് നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. ബഷീർ ബഷി കുറിച്ചപ്പോൾ മഷൂറ പറഞ്ഞത്, എൻ്റെ സുഹൃത്തും എൻ്റെ മോളും എൻ്റെ എല്ലാം ആണ് നീ. എനിക്ക് നിന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാനാകില്ല. നീ എനിക്ക് നല്ലൊരു സുഹൃത്ത് കൂടിയായിരുന്നു എന്നും മഷൂറ പങ്കുവച്ചു. ചെറിയൊരു കേക്ക് കട്ടിംഗ് മാത്രമാക്കി എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ബഷീറിന് ഇത് എന്തു പറ്റി എന്നുള്ള ചോദ്യങ്ങളും ആരാധകർ ഉയർത്തുന്നുണ്ട്. അതേസമയം മഷൂറയുടെ ചെറിയമ്മ അടുത്തിടെയായിരുന്നു മരിച്ചത്. അതുകൊണ്ട് തന്നെ ആഘോഷം ഒഴിവാക്കിയതാകാം എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ബീബി കുടുംബത്തിന്റെ രാജാവ് ആണ് ബിഗ് ബോസ് താരം ബഷീർ ബഷി. ശരിക്കും വീടിന്റെ ബിഗ് ബോസ്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മുതലാണ് ബഷീർ ബഷിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് ബഷീർ ബഷി. കല്ലുമ്മക്കായ സീരിയലിലൂടെയും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് കുടുംബം എത്താറുണ്ട്. ഭാര്യമാരും അവരുടെ മക്കളും അടങ്ങുന്നതാണ് ബഷിയുടെ കുടുംബം. എല്ലാവർക്കുമുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഭേദപ്പെട്ട വരുമാനം ബഷീറിന് ലഭിക്കുന്നുണ്ട്. 34കാരനായ ബഷീർ തൊട്ടതെല്ലാം പൊന്നാക്കിയവനാണ് എന്ന അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് പോലും. സദാ കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നുമാണ് ഇന്ന് കോടികൾ ആസ്തിയുള്ള ബഷീറായി മാറിയത്.